CPIM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. അതേക്കുറിച്ചുള്ള ചില മാധ്യമ റിപ്പോർട്ടുകൾ ഇങ്ങനെ ചാനൽ പത്രങ്ങളൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും തോന്നിയ ചില കാര്യങ്ങൾ പറയുകയാണ്. എത്ര ലാഘവത്തോടെയാണ് ഇവിടുത്തെ മാപ്രകൾ, മുഖ്യധാര മാധ്യമങ്ങൾ CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തെ സമീപിക്കുന്നത് എന്ന് തോന്നിപ്പോയി. കാരണം കേരളം ഭരിക്കുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, LDF-ന്റെ അതിൻ്റെ നായകസ്ഥാനം വഹിക്കുന്ന CPIM-ന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ 2 ടേമുകൾ കൊണ്ട് പിണറായി സർക്കാർ, LDF സർക്കാർ നേടിയ നേട്ടങ്ങൾ, വികസന കുതിപ്പ്, ഇനി ഭാവി കേരളം എങ്ങനെ, നവകേരളം, അടുത്ത ഭാവി കേരളത്തിൻ്റെ എന്താവണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമ്മേളനമാണ് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പറച്ചിലുണ്ടല്ലോ, ഈ പാർട്ടിയെക്കുറിച്ച് നമുക്കൊരു ചുക്കും അറിയില്ല എന്ന് പറയുന്നതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഒരു സ്കൂൾ യുവജനോത്സവം അല്ലെ ഒരു ഹയർ സെക്കൻഡറി കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്ന ലാഘവത്തോടെ അല്ല CPIM-ന്റെ ഒരു സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം അല്ലെ കോൺഗ്രസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാർട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന സമ്മേളനത്തിന് പിന്നെ MV ഗോവിന്ദൻ വീണ്ടും പാർട്ടി സെക്രട്ടറി ആകും എന്നൊക്കെ പറയുന്ന ഒരു വാർത്ത കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതിനപ്പുറത്ത് വളരെ ഗഹനമായ വിഷയങ്ങളിൽ കേരളത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ ഭാവി, അതുപോലെ പല വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ചർച്ച ചെയ്യാവുന്ന ഒരു വേദിയാണ് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത്. അവിടെ അവതരിപ്പിക്കുന്ന വികസന രേഖ, അതുപോലെ മറ്റ് കാര്യങ്ങൾ, മറ്റ് ചർച്ചകൾ വളരെ ഗൗരവത്തോടെയാണ് CPIM എന്നൊരു പ്രസ്ഥാനം ഒരു സമ്മേളനം നടത്തുന്നത്. പക്ഷെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന റിപ്പോർട്ടർമാരായിരിക്കണം ഇവിടുത്തെ ചാനലുകളും മുഖ്യധാര പത്രങ്ങളും ചാനലുകളും. അല്ലാതെ ഒരു സ്കൂൾ യുവജനോത്സവം, കലോത്സവം കവർ ചെയ്യാൻ പോകുന്ന പോലെ, പൈങ്കിടി വാർത്തകൾ കെട്ടിപ്പൊക്കാൻ പോകുന്ന പോലെ പോകേണ്ട ഒരു സ്ഥലമല്ല CPIM-ന്റെ സമ്മേളന വേദി എന്ന് പറയുന്നത്. പിന്നെ വാർത്ത ചോർത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ്. മുമ്പും CPIM-ന്റെ സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പറയുകയാണ്, അനുഭവങ്ങളിലൂടെ പറയുകയാണ്. വളരെ ഗൗരവപൂർവം സമീപിക്കേണ്ടുന്ന ഒരു സമ്മേളനത്തെ ചില പൈങ്കിളി ടൈപ്പ് വാർത്തകളുടെ വേദിയാക്കി, അല്ല അതിൻ്റെ ഒരു അവസരമാക്കി നോക്കുന്ന ചാനലുകളും പത്രങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും. നിങ്ങൾക്ക് സുഖിക്കുന്ന വാർത്തകൾ അവിടെ നിന്ന് കിട്ടണം, അത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. CPIM എന്ന പോലെ പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് സുഖിക്കുന്ന, അല്ല നിങ്ങളുടെ പ്രേക്ഷകരെ, വായനക്കാരെ സുഖിപ്പിക്കുന്ന വാർത്തകൾ കൊല്ലം CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് കിട്ടണമെന്ന് വിചാരിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രം നോക്കി നടക്കുന്നവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടത്തുമില്ല. അതേസമയം അപൂർവം ചില മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസത്തെ റിപ്പോർട്ട് കണ്ടിട്ട് ഞങ്ങൾ പറയുകയാണ്, ലെഫ്റ്റ് വോയിസിൻ്റെ അഭിപ്രായം പറയുകയാണ്, അപൂർവം ചില മാധ്യമ പ്രവർത്തകർ ഗൗരവത്തോടെ ഇതിനെ കാണുന്നുണ്ട്, അവരുടെ റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. പേരുകളുടെ അടുത്ത് പറയുന്നില്ല. പക്ഷെ ബാക്കി ഭൂരിപക്ഷം മാധ്യമങ്ങളും കൊല്ലത്ത് കാട്ടിക്കൂട്ടുന്ന കസർത്തുകൾ, ഇങ്ങനെയല്ല ഒരു CPIM-ന്റെ ഒരു സംസ്ഥാന സമ്മേളനം കവർ ചെയ്യേണ്ടത് എന്ന് ഈ ചാനൽ പത്രങ്ങളിലൊക്കെ തലപ്പത്തിരിക്കുന്നവർ ദയവ് ചെയ്ത് ഈ ഇറക്കി വിടുന്ന ഈ കൂട്ടങ്ങളോട് ഓർമ്മിപ്പിക്കണമായിരുന്നു. ഇത് സ്കൂൾ കലോത്സവമല്ല, ഇത് CPIM-ന്റെ സംസ്ഥാന സമ്മേളനമാണ്. ഇത്ര ഗൗരവത്തോടെ അതിനെ കാണണം, ഈ രീതിയിൽ അത് പോയി സമീപിക്കണം എന്ന് എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്നവർ പറഞ്ഞിട്ട് ഇവരെ ഫീൽഡിലേക്ക് റിപ്പോർട്ടർമാരെ അയക്കണമായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുള്ളത് 1-2 മാധ്യമങ്ങൾ മാത്രമാണ്. ബാക്കി ആർക്കും അതിന്റെ ഗൗരവം പിടികിട്ടിയിട്ടില്ല. CPIM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കില്ല, എന്നാൽ പിന്നെ പൈങ്കിളി വാർത്തകൾ അവിടെ നിന്ന് കിട്ടുമെന്ന് നോക്ക്. അപ്പൊ ഈ നമ്മുടെ റിപ്പോർട്ടർമാര് പൈങ്കിളിയും തേടി നടക്കുകയാണ്. പൈങ്കിളി വാർത്തകൾ CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് എങ്ങനെ കിട്ടാൻ ചോർത്താം. അപ്പൊ അവർക്ക് മറ്റു ഫോക്കസ് എല്ലാം അവർക്ക് അടഞ്ഞു പോകുന്നു. അവരുടെ ലക്ഷ്യം വേറെന്ത് കിട്ടും, അതെന്ത് കിട്ടും, ഇതെന്ത് കിട്ടും, അല്ലാതെ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, ഗൗരവമുള്ള വിഷയങ്ങളോ ഒന്നും ചർച്ച ചെയ്യാൻ അല്ല റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല. എല്ലാം ഇത്തരം ഈ എങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നോക്കി നടന്നാൽ, അത് നോക്കി നടക്കുന്നവർക്ക് അതേ അവരുടെ കണ്ണിലുള്ളൂ. പിന്നെ വേറൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല മാധ്യമ പ്രവർത്തനത്തിൽ. എവിടെ പൈങ്കിളി വൽക്കരിക്കാവുന്ന സാധനങ്ങൾ കിട്ടും എന്ന് നോക്കി നടന്നാൽ ഗൗരവമുള്ളതെല്ലാം നമ്മൾ മിസ് ചെയ്തു.
അതുകൊണ്ടാണ് ഈ സമ്മേളനത്തെ പറ്റി മാധ്യമങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ 90% വസ്തുതാവിരുദ്ധമാണെന്നും ഒരു കാര്യഗൗരവമില്ലെന്നും പറയേണ്ടി വരുന്നത്. അപൂർവം ചില മാധ്യമങ്ങൾ അതിനെ ഗൗരവത്തോടെ സമീപിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് ഏക ആശ്വാസം.